ഈ ബിജാന്റെ കുറെ പോലീസ് കഥാപാത്രം കണ്ടിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയോ? എനിക്കിതിൽ മൊത്തത്തിൽ തോന്നിയത് ഭയങ്കര ഗ്രൗണ്ടഡ് ആണ് ഫിലിം. ഇതിൽ ഒന്നും ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ട് കാണിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ അറ്റ്മോസ്ഫിയർ നമുക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ടിട്ട് ആസിഫിക്കോട് ഇപ്പൊ എന്താ പറയാൻ തോന്നുന്നു? ഇപ്പൊ ലൈവായിട്ട് ആസിഫിക്കോട് എന്താ ചേട്ടാ സൂപ്പർ. ഇതന്നെയാണ് എല്ലാവരും പറയുന്നത്. പ്രേക്ഷകർ കണ്ടുവരുന്ന എത്രത്തോളം സന്തോഷമുണ്ട്? സന്തോഷന്റെ മുഖത്തില്ലേ, ഒരുപാട് സന്തോഷമുണ്ട്. ജിസിന്റെ കൂടെ ചെയ്യുന്ന സിനിമകൾക്ക് എപ്പോഴും പ്രേക്ഷകർ ഒരു പ്രത്യേക സ്പേസ് തരാറുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ, പ്രത്യേകിച്ച് ജിസ് കളം മാറ്റി ചവിട്ടിയ ഒരു സിനിമ കൂടിയാണിത്. അപ്പോൾ എപ്പോഴും സസ്പെൻസ് ത്രില്ലർ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ എൻഡ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. അത് എല്ലാ രീതിയിലും ഈ സിനിമയ്ക്ക് കിട്ടി. ബാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ. രണ്ടും രണ്ട് വ്യത്യസ്ത സിനിമകളാണ്, രണ്ട് ജോണറുള്ള സിനിമകളാണ്. ഉറപ്പായിട്ടും ടർബോ പോലൊരു ഫുൾ ഓൺ ആക്ഷൻ സിനിമ കഴിഞ്ഞ് നമുക്ക് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്നൊരു ത്രില്ലർ സിനിമ തന്നെയാണ്. അസഭ്യമായ ഒന്നുമില്ലാത്ത വളരെ സഭ്യമായ ഒരു ത്രില്ലർ സിനിമ എന്ന് തന്നെ പറയാം. അപ്പോൾ അത് രണ്ടുമായിട്ട് കമ്പാരിസണിൻ്റെ ആവശ്യം പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ടർബോ ഇപ്പോൾ ഇറങ്ങിയതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. കാര്യം പ്രേക്ഷകർ സിനിമ കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരു വലിയ കാരണം കൂടെ ടർബോ കാരണം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും രണ്ട് സിനിമ കണ്ടു കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം എല്ലാ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു സിനിമയായിരിക്കും. ജിസേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് ഫിലിം മേക്കർ എന്നുള്ള ഒരു എന്താ അതെ, ആ ലേബലിൽ മാറും. ആ ലേബലിൽ മാറിയിട്ട് ത്രില്ലറിൻ്റെ ആളായി മാറും. അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഒത്തിരി സന്തോഷം. ഈ പറഞ്ഞ പോലെ ജിസ്റ്റേട്ടിൻ്റെ ആ ഒരു ഫീൽ കൂടെ, ആ നന്മ സിനിമ എന്ന് പറയുന്ന ഒരു സാധനം മാത്രം, ആ ഒരു പൊൻതൂവിൽ മാത്രം പോരാ തൊപ്പിയിൽ. ആ തൊപ്പിയിൽ ഇപ്പം ത്രില്ലറിൻ്റെ ആശാൻ എന്നും കൂടെ ഒരു തൂവിൽ വെക്കണം എന്ന് മറ്റൊരു അങ്ങനെ. അതെ, ത്രില്ലറിൻ്റെയും ഒക്കെ ഒരു തൂവൽ കൂടെ ആ തൊപ്പിയിൽ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, നമുക്ക് വിശേഷിപ്പിക്കാം. ഞാൻ എന്തായാലും വിശേഷിപ്പിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി ആളുകൾ വിശേഷിപ്പിക്കട്ടെ. എന്നാലും കിടിലമായിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. എല്ലാവരും കാണട്ടെ, ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ അല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക് യു. ഈ സിനിമയെ ഈ പരുവത്തിലാക്കിയതിൽ ഏറ്റവും വലിയ പങ്കുള്ള ആളാണ് ഞങ്ങളുടെ എഡിറ്റർ സൂരജ്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് എപ്പോഴും വേണ്ടത് ആളുകൾ സിനിമയിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ളൊരു സമയം കൊടുക്കരുത്, ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സത്യമായിട്ടും ഈ എഡിറ്ററാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ അഭിമാനത്തോടെ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ എഡിറ്റർ മിസ്റ്റർ സൂരജ്. ടീച്ചറിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകൾ ചെയ്തു. ആദ്യം സുഹൃത്തായിട്ട് ചെയ്തു, പിന്നെ മകനായിട്ട് ചെയ്തു, ഇപ്പോൾ സഹപ്രവർത്തനായിട്ട് ചെയ്തു. ഇപ്പോഴും ടീച്ചറിൻ്റെ കൂടെ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു സുഹൃത്തിൻ്റെ സ്പേസ് എനിക്ക് തരാറുണ്ട്. പിന്നെ മലയാള സിനിമയിൽ എന്താ പറയുക, ഒരു കറകളഞ്ഞ പോലീസ് ഓഫീസറാണ് ബിജു മേനോൻ. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് സിനിമ ചെയ്യുമ്പോൾ അത് വെറുതെ ആവില്ല. ഈ സിനിമയുടെ തലവൻ